സുകുമാരക്കുറുപ്പ് ഗ്ലാമറുള്ള പിടികിട്ടാപ്പുള്ളിയായി വളരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. എത്ര കഥകളാണ്. അത് പ്രിൻ്റ് മീഡിയ മാത്രമുള്ള കാലത്ത് തന്നെ നിരന്തരം കഥകളാണ്. അതിലേറ്റവും രസകരമായിട്ട് ഞാൻ കേട്ടുള്ളൊരു കഥ, ഒരിക്കൽ സുകുമാരക്കുറുപ്പിനെ പിടിച്ച് പോലീസ് ജീപ്പിൽ കയറ്റി. പോലീസുകാർ ഇടിച്ചവനെ സൂപ്പാക്കിയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ സുകുമാരക്കുറുപ്പാണ് സാറേ എന്ന് പറഞ്ഞു. ആഹാ, കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നോടാന്നും പറഞ്ഞ് സുകുമാരക്കുറുപ്പിനെ ഇടിച്ച് നൂത്തിട്ട് ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടു കൂടി സുകുമാരക്കുറുപ്പ് രക്ഷപ്പെട്ടു. അതായത് സുകുമാരക്കുറുപ്പ് പറയുന്നത് ഞാൻ സുകുമാരക്കുറുപ്പാ സാറേ എന്ന്. അപ്പോൾ അവർ വിചാരിച്ച് ഇടിയുണ്ട് സമ്പാദിച്ചതാണ് എന്നാണ് അങ്ങനെ വിചാരിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ സമീപഭാവിയിൽ ഏറ്റവും വലിയ പൊട്ട വാർത്ത അല്ലെ വ്യാജ വാർത്ത എന്ന് പറയുന്നത് ഇന്നലെ 24 ന്യൂസ് പുറത്തുവിട്ട സുകുമാരക്കുറുപ്പിൻ്റെ വാർത്തയാണ്. ആ വാർത്ത പൊളിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ആ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ആ ചാനലിൻ്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ചാനലിനെ തീർത്തും ഒരു എന്താ പറയുക, ഒന്നുമല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു വാർത്ത, ഏതാനും മണിക്കൂറുകൾ മാത്രം ജീവനുണ്ടായിരുന്ന ഒരു വാർത്തയായിട്ട് അത് മാറി. അവരുടെ ഫീഡുകളിൽ നിന്ന് പോലും അവർ ആ വാർത്ത പിൻവലിച്ചു. അല്ല, അത് ഒരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണംകെട്ട പരിപാടിയായി പോയി ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല, ഇവർ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ചിത്രം സുകുമാരക്കുറുപ്പിൻ്റെ അല്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ സ്വദേശിയായ ദാമോദര മേനോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറുപ്പല്ല, അത് മേനോനാണ് എന്നാണ് അവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ആധികാരികമായിട്ടാണ് ഇന്നലെ ആ വാർത്ത ആ 24 ചാനൽ റിപ്പോർട്ട് ചെയ്തത്? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഒരു പാരിജാതൻ എന്നും പറഞ്ഞൊരു ആളിനെ ഇറക്കിയിട്ടു. അതെ, പാരിജാതൻ. ഇതുപോലെ ഒരുപാട് ആൾക്കാർ പാരിജാതൻ പറയുന്ന രസമുള്ള കാര്യം 91 തന്നെ താൻ കണ്ടുമുട്ടിയെന്ന് എനിക്ക് ഇത് കുറുപ്പാണെന്ന് അറിയാമായിരുന്നു. അന്നാ പാരിജാതൻ്റെ ഒരു കേസെടുക്കണം ആദ്യം. കാരണം പിടികിട്ടാപ്പള്ളി ഒരാളിനെ കുറിച്ചുള്ള വിവരം തനിക്ക് ലഭ്യമായിട്ടും അത് പോലീസിനെ അറിയിക്കാറുണ്ട് ഗുരുതര തെറ്റാണ്. അല്ലേ? ഇതുപോലെ ഓരോരുത്തരും വന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റെൻസിം ഇസ്മായിൽ പത്തനംതിട്ടക്കാരനാണ്. 2021 അദ്ദേഹം പത്തനംതിട്ടയിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ മാനേജരാണ്. അയാൾ വന്ന് വളരെ വിശ്വസനീയമായൊരു കഥയാണ് പറഞ്ഞത്. നമ്മുടെ പോർട്ടലിൽ ആ വാർത്ത ഇന്നലെ വീണ്ടും നമ്മളത് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് രാജസ്ഥാൻ ഗുജറാത്ത് രാജസ്ഥാൻ ബോർഡറിലുള്ള സദാപുര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അയാളൊരു സന്യാസിയെ പരിചയപ്പെടുന്നു. ആ സന്യാസി സുകുമാരക്കുറുപ്പായിരുന്നു എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നു. അയാൾ അതിൻ്റെ ഫോട്ടോസ് വരെ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നു. ആദ്യം കിട്ടിയില്ല, പിന്നീട് അയാൾ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ച് നമുക്ക് കൊണ്ടു തന്നു. നമ്മളത് വിശദമായിട്ട് ഈ വാർത്ത കൊടുത്തിരുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം? അവിടുത്തെ പ്രശ്നം, ഈ സന്യാസിക്ക് സുകുമാരക്കുറുപ്പിൻ്റെ ഉയരമില്ല. സുകുമാരക്കുറുപ്പ് ഉയരമുള്ള ആളായിരുന്നു. ഈ ചാക്കോയെ പിടിക്കാൻ വേണ്ടി ഇവർ നടക്കുമ്പോൾ ഒരു വണ്ടി കൊണ്ട് കറങ്ങുമ്പോൾ നോക്കിയത് ഹൈറ്റുള്ള ആളിനെയാണ് ഇവർ ആദ്യം നോക്കിയത്. സുകുമാരക്കുറുപ്പിനെ പോലെ ഉയരമുള്ള ആളായിരുന്നില്ല ഈ സന്യാസി. അയാളുടെ പേര് സ്വാമി മഹാനന്ദ ഗിരിഗിരിയോ അങ്ങനെ കണ്ടൊരു പേരാണ്. അദ്ദേഹം അന്ന് നമ്മളോട് പറഞ്ഞത്, ഞാൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ അയാൾ മലയാളിയാണ്. അയാൾ ഈ വടകരയിൽ ഈ തുണി ഉടുക്കാത്ത ഒരു ആശ്രമമുണ്ട്, സിദ്ധാശ്രമം. ആ ആശ്രമത്തിലായിരുന്നു ആദ്യം. അവിടെ നിന്ന് അദ്ദേഹം ഇവിടെ വരുന്നത്. അദ്ദേഹം അവിടെ വന്നിട്ട് ഈ പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ വിറ്റാണ് ജീവിച്ചിരുന്നത്. സിദ്ധാശ്രമത്തിലും അവരുടെ പ്രധാന ബിസിനസ് മരുന്നുണ്ടാക്കി വയ്ക്കാന്നുള്ള എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ റെൻസിം പറഞ്ഞത് ഇദ്ദേഹം സുകുമാരക്കുറുപ്പ് തന്നെ ഒരു സംശയം വേണ്ട. കാരണം ഇയാളുടെ കയ്യിലൊരു വടിയുണ്ട്. ഈ വടിക്കകത്ത് വടിവാള ഊരുന്നുണ്ട്. അപ്പം ഈ വടിയും കൊണ്ടാണ് ഇയാൾ നടക്കുന്നത്. വടിവാള സ്വാമിയാണ്, തോക്ക് സ്വാമി എന്ന് പറയുന്നത്. അതെ. അപ്പം അങ്ങേര് പിന്നെ സുകുമാരക്കുറുപ്പാണെന്നും പറഞ്ഞ് നമ്മളത് വാർത്ത കൊടുത്തു. നമ്മൾ മാത്രമാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത്, അന്നേരമാണ് ഈ കുറുപ്പ് സിനിമ ഇറങ്ങുന്നത്. കുറുപ്പ് സിനിമ ദുൽഖർ അഭിനയിച്ച സിനിമ. ആ കുറുപ്പ് സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ വാർത്ത നമ്മൾ ആദ്യം കുറേ ദിവസം നമ്മൾ ഇയാളുടെ ഈ വെളിപ്പെടുത്തലായിട്ട് ഇത് കൊടുത്തു. അതായത് നമ്മളപ്പോഴും പറയുന്നുണ്ട് ഇതിന് യാതൊരു സ്ഥിരീകരണവും ഇല്ല. കാരണം ഇത് ഞാൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? ഇതിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ചു. അവർ പോയി ഈ ആളിനെ കണ്ടെത്തി. ഇവരിത് ബാക്കിയെല്ലാം നോക്കി. അപ്പോൾ എന്താ, അത് വേറൊരാളാണ്. ഹൈറ്റ് പ്രശ്നമാണ്. പക്ഷേ ഈ റെൻസിം സമ്മതിക്കുകയില്ല. റെൻസിം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. റെൻസിം ഇപ്പോഴും പറയുന്നത് സുകുമാരക്കുറുപ്പാണ്. അപ്പം അത് സുകുമാരക്കുറുപ്പ് അല്ല എന്ന് അയാളുടെ ബന്ധുക്കളും പറഞ്ഞു, അയാളും പറഞ്ഞു. ബാക്കി ഇവർ പോലീസ് എല്ലാം അന്വേഷിച്ച് നോക്കി. അല്ല, അത് അങ്ങനെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പാണെന്ന് തോന്നുന്നു മംഗളം ദിനപത്രിക വലിയൊരു വാർത്ത വന്നു, വലിയ ബ്രേക്കിംഗ്.
വലിയ ബ്രേക്കിംഗ് ആണ്. അതായത് അയാൾ മെക്കയിൽ, സൗദി അറേബ്യയിൽ ഒരു പള്ളിയിൽ മുക്രിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. കുറുപ്പ് ഭയങ്കര വാർത്തയാണ്. ഭയങ്കര വാർത്ത. ചെങ്ങന്നൂരിനെയൊക്കെ ഇളക്കി മറിച്ച്, ചെറിയനാടിനെയൊക്കെ ഇളക്കി മറിച്ച് ഇങ്ങനെ മതം മാറി മുസ്ലിമായി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായിട്ട് വന്നു. അതിനും ആയുസ് ക്ഷണികമായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കഥയുണ്ടല്ലോ, യഥാർത്ഥ കുറുപ്പിനെ പോലീസ് പിടിച്ചു. വഴിയെ കൂടെ പോയി സംശയം തോന്നി ഒരുത്തനെ പിടിച്ചു കിട്ടി. ഇടിച്ചപ്പം അവൻ ഇടി താങ്ങാ സാറേ ഞാനാ സാറേ സുകുമാരക്കുറുപ്പെന്ന് പറഞ്ഞു. കളിയാക്കുന്നോളാന്ന് ചോദിച്ചു. പോലീസ് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം 24 ന്യൂസിനെ സംബന്ധിച്ചും വ്യാജ വാർത്ത എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ സംഭവമല്ല. പഴയ ചെമ്പോല കേസുണ്ട്, വ്യാജ വാർത്ത. അത് ചെമ്പോല ചെയ്ത റിപ്പോർട്ടർ ഇപ്പോൾ വേറൊരു ചാനൽ റിപ്പോർട്ടറാണ് ഉണ്ട്. അയാൾ മോൻസൺ മാവുങ്കലിൻ്റെ ശേഖരത്തിൽ നിന്നും കൊണ്ടുവന്ന ചെമ്പോലയാണ് ഇത്. അത് എന്താണ്, ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്ത് ശബരിമല ഈ ആധികാരികമായിട്ട് ഉപയോഗിച്ചത് ഈ ചെമ്പോലയാണ്. ഈ ചെമ്പോല ഇവർ കൊണ്ടുവന്നു, വ്യാജ ചെമ്പോല. അതിനുശേഷം ദേശാഭിമാനി അത് ഏറ്റുപിടിക്കുന്നു, അതിനെ ആധികാരികമായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു മഹാപണ്ഡിതനും അതിന് ആധികാരികം എന്ന് പറഞ്ഞു. അത് ഒടുവിൽ എന്താണ്, പുരാവസ്തു വകുപ്പ് നോക്കുമ്പോൾ അതെ, പുരാവസ്തു വകുപ്പ് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തെക്കാണ്ട് ഉണ്ടാക്കിയ സാധനമാണെന്നുള്ളത്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. അതെല്ലാം പോട്ടെ. പിന്നെ യേശു ഇരുന്ന കസേര എടുത്ത് കൊടുത്ത ടീമാണ് മോൻസൺ മാവുങ്കൽ. അവിടെ പോയി കസേര കയറി ഇരുന്ന ഒരാളിപ്പോൾ DGP ആണ് സംസ്ഥാനത്ത്, അത് ഓർത്തോണം. അന്ന് പോയി കസേര കയറി ഇരുന്ന് അന്നത്തെ DGP സിംഹാസനത്തെ ഇരിക്കുന്നു. തൊട്ട് മുമ്പ് ADGP ആയിരുന്ന മനോജ് എബ്രഹാം ഒരു കുന്തമൊക്കെ പിടിച്ച് പടം നിൽക്കുന്ന പോലെ നിൽക്കുന്നു. ഈ ആശാന്മാരെ, ഒരു സംസ്ഥാനത്തെ പോലീസ് സേനയെ ഒന്നടങ്കം പറ്റിച്ച മോൻസൺ മാവുങ്കൽ എന്ന് പറയുന്ന ക്രിമിനലിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ആൾക്കാരാണ് നമ്മുടെ ഈ കൊടി കെട്ടിയ കേരള പോലീസ് എന്ന് ഓർത്തോണം. എന്നിട്ടാണ് ഇപ്പോൾ ഈ കുറിപ്പിന് വേണ്ടി ഈ ഒരു മാധ്യമം ഇറങ്ങി ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു വൃത്തികേട് കാണിച്ചിട്ടുള്ളത്. അല്ല, നമ്മൾ ഒരു ഇതുപോലെ സെൻസേഷണൽ ആയിട്ടുള്ളൊരു വിഷയം, ഇത് കുറിപ്പാണോ, നമുക്ക് ഉറപ്പുണ്ടോ, എന്താണ് ഉറപ്പ്, ആരെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി ഇതാ ഞങ്ങൾ കുറിപ്പിനെ പുറത്തു വിടുന്നു, വാർത്ത പുറത്തു വിടുന്നു, അങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ അസാമാന്യ ധൈര്യം തന്നെ വേണം. എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ ഒരു വീട് കാണിക്കുന്നുണ്ട്, ഇതാണ് സുകുമാരക്കുറുപ്പ് താമസിച്ചിരുന്ന വീടെന്ന്. ഈ വീടൊക്കെ ഇത് ആരുടെ വീടാണെന്ന് ആർക്കറിയാം? ഈ വീട് ഞങ്ങളെ മറ്റൊരു പ്രോഗ്രാമിൽ ഇതേക്കുറിച്ച് പരാമർശം വന്നു, ഇയാൾ ആകെ പരിഭ്രാന്തനായി എന്നൊക്കെ ഇന്നലെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ അവിടെ രക്ഷപ്പെട്ടോ? ഇതൊന്നും വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. വല്ലങ്ങ ഒരു പുകമറയാണ് ആ വാർത്ത മൊത്തത്തിൽ. ഒരു വാർത്തയ്ക്ക് ക്ലാരിറ്റിയാണ്, അല്ലാതെ ഒട്ടുമില്ലാതായി പോയി. ഇവർ ഈ നാട്ടുകാർ അല്ലെ ഇപ്പം ഇങ്ങനെ ഈ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ, ഇതിനിടയ്ക്ക് കുറേ അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. ഒരു അലി അക്ബർ എന്ന് പറഞ്ഞൊരു മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാൾ പറയുന്നത് മുഴുവൻ ഫ്ലോപ്പാണ്. യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. അതിൻ്റെ ഒരു തെളിവുകളുണ്ടെന്നാണ് അദ്ദേഹം ആവശ്യം. അങ്ങനത്തെ അദ്ദേഹം ഹാജരാക്കണം. യാതൊരു ലോജിക്കും ഇല്ല. അതുപോലെ ഇതിനിടയ്ക്ക് കുറേ പേര് കുറിപ്പിനെ കൊണ്ടുവിട്ടെന്നൊക്കെ പറഞ്ഞു കുറേ ടാക്സി ഡ്രൈവർമാരൊക്കെ പ്രത്യക്ഷപ്പെട്ട് ഈ ചാനലുകളിൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് തള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൊണ്ടുവിട്ട ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ കൊണ്ടുവിട്ടത്, ഭോപ്പാലിലുള്ള പെങ്ങളുടെ വീട്ടിലേക്കാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇയാൾ അവിടെ ചെന്നിട്ടുമുണ്ട്, ഇയാൾ ഭോപ്പാലിലൊരിടത്ത് ചികിത്സ തേടിയിട്ടുമുണ്ട്. അത് സത്യമാണ്. പക്ഷേ ബാക്കിയെല്ലാം എന്തിനാണ് ഈ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് വളരെ ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അവരുടെ ഒരു എതിരാളി റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ ചാനൽ പല കാര്യങ്ങളും ഇപ്പോൾ ഈ പ്രേക്ഷകരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു നമ്മൾ മത്സരിക്കാൻ ഇറങ്ങിയതാണെന്ന് സംശയമുണ്ട്. എന്നാൽ പോലും ഇത് കുറച്ച് കടന്ന കൈയായി പോയി. അല്ല, ഈ ചാനലുകളുടെ ഇടയിൽ വ്യാജവാർത്ത സമ്പ്രദായം കൊണ്ടുവരികയും ഫോൾസ് നറേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്ത് തുടക്കം കുറിച്ചത് മലയാളത്തിൽ തുടക്കം കുറിച്ചത് 24 ആണ്. ഈ 24-ലുണ്ടായിരുന്ന ഒരു ടീമിനെ അതേപടി റിപ്പോർട്ടറിലോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് അതിൻ്റെ 10 ഇരട്ടി വിഷം വമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. ഈ അരുൺകുമാർ സംഘമാണ് ഈ വ്യാജവാർത്താ സംസ്കാരം തുടങ്ങി വയ്ക്കുന്നത്. അതെ, 24 ന്യൂസ് കാരണം നമുക്ക് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് വ്യാജ വാർത്തയും കൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ്. എല്ലാ വാർത്തയും ഇവർ വ്യാജമായിരുന്നു. അതിനുശേഷമാണ് ഇതിൽ നിന്നൊരു വലിയ വിഭാഗം നേരെ റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്നത്. അപ്പോൾ അന്ന് ഇവരുടെ വ്യാജ വാർത്തകൾ പൊളിച്ചതിന് പേരിലാണ് മറുനാടനെതിരെ ഇവർ കേസ് കൊടുത്തത്. അതെ, ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീകണ്ഠൻ നായരെ പോലെ ഒരു മുതിർന്ന ജേർണലിസ്റ്റുള്ള ഒരു മാധ്യമത്തിലാണെന്ന് ഓർക്കണം ഈ സുകുമാരക്കുറുപ്പിൻ്റെ പോലൊരു തട്ടിപ്പ് കഥ
പുറത്തു വിടുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങൾ ലഭിക്കുമ്പോഴേ ഒരു സെക്കൻഡ് വെരിഫിക്കേഷൻ എപ്പോഴും നടത്തുക ഉറപ്പല്ലേ? സെക്കൻഡ് തേർഡ് വെരിഫിക്കേഷൻ നടത്താം. അല്ലെങ്കിൽ അവരത് നടത്തിയില്ലെങ്കിൽ പണി റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണ്? സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുവെന്ന് സംശയം. ഉം. ഇങ്ങനെ ഒരാളുടെ പടം കെട്ടിയിട്ടുണ്ട്, അയാൾ സുകുമാരക്കുറുപ്പാണെന്ന് സംശയിക്കുന്നു, ഇത് ഞങ്ങൾ ഈ പടം പുറത്തു വിടുന്നു, അന്വേഷണ സംഘത്തിന് ഇത് പരിശോധിച്ച് ഇദ്ദേഹമാണോ എന്ന് സ്ഥിരീകരിക്കാം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവരെന്താ പറഞ്ഞേ? ഞങ്ങൾ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി കഴിഞ്ഞു, ദയ സുകുമാരക്കുറുപ്പ് ജീവനോടെ. കുറുപ്പെ നിങ്ങൾ സൂക്ഷിച്ചോന്നാണ്, നിങ്ങളെ തൂക്കി ഞങ്ങൾ ആത്താക്കുന്നത്. സുകുമാരക്കുറുപ്പ് അതാ ജീവനോടെ, അദ്ദേഹം മരിച്ചിട്ടില്ല, അതാ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഒരു പടവും കൊടുക്കും. ഈ ഒരിപ്പോൾ പടം കൊടുത്ത മനുഷ്യനുണ്ട് ദാമോദരൻ, അദ്ദേഹം അവിടുത്തെ കോടതിയിൽ എങ്ങനെ അദ്ദേഹം മാനേഷ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇവർ ഓടേണ്ടി വരും അവിടെ നിന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തടിസ്ഥാനത്തിൽ ഒരു പാരിജാതൻ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു എന്നും പറഞ്ഞു. പേര് പോലെ തന്നെ വിചിത്രമായ കഥയായി പോയത്. എത്രയോ ആൾക്കാർ ഇതുപോലെ വന്ന് നമ്മളോട് എത്രയോ കഥകൾ പറയും. ഇവിടെ അതിനെ ഞങ്ങൾക്ക് അതിനെ സമയം കാണുള്ളൂ, കാരണം ദിവസം ഓരോ ഉടായ്പ വാർത്ത ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെയും വന്ന് ഇമാതിരി ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. നമുക്കൊരു ലോജിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു മാധ്യമപ്രവർത്തനം മിനിമം വേണ്ടത് ഒരു ലോജിക്ക്. ഇവിടെ വരുന്ന പലരും വന്ന് കഥ പറഞ്ഞു തരും, തെളിവോടെ നിങ്ങൾ തെളിവ് ഇതാണ്, കൈരേഖയാണ്, ഇതാണ് രേഖ. അപ്പോൾ എന്തായാലും അടുത്ത കാലത്തൊന്നും ഒരു ചാനലും ഇത്രയും നാറിയിട്ടില്ല, ഇത്ര മോശമായ ഒരു വാർത്ത ആരും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലതായിരുന്നു. അതെ, നിങ്ങളുടെ ആത്മവിശ്വാസം കാരണം നിങ്ങൾ അമിതമായ ആത്മവിശ്വാസം എടുത്ത് നിങ്ങൾ ആ സോഴ്സിനെ നിങ്ങൾ അമിതമായി വിശ്വസിച്ചു. പാരിജാതൻ ഇപ്പോൾ പരാജിതനായി മാറി എന്നുള്ളതാണ് സത്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്നാണ് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇവരുടെ ആധുനിക ആത്മവിശ്വാസം അവരെ കുളത്തിൽ കൊണ്ട് ചാടിച്ചു എന്നുള്ളതാണ് ചുരുക്കം.